ഹലോ, സൗദകൃഷ്ണൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി മാർബിൾ കേക്കാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമ്മളിത് 1 കിലോയോളം വെയിറ്റ് വരുന്ന കേക്കാട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ 2 കപ്പ് മൈദയാണ് അതിന് എടുക്കുന്നത്. അതായത് 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ 2 കപ്പ് മൈദ വരെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. 1 കപ്പ് മൈദയ്ക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കപ്പിന് നമുക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് പിന്നെ നമുക്കൊരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ആദ്യം നന്നായിട്ട് ഈ ബേക്കിംഗ് പൗഡറും മൈദയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. മിക്സ് ആയതിനു ശേഷം നമുക്ക് ചെറിയ കണ്ണിയുള്ള അരിപ്പയിൽ കൂടി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2-3 തവണ മിക്സ് ചെയ്തെടുത്താൽ അത്രയും നല്ലത്. ഞാനിതൊരു 2 തവണ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത്. അപ്പം നമ്മളിത് 2 പ്രാവശ്യമായിട്ട് അരിച്ച് നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിന് ശേഷം നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിടാം കേട്ടോ. ഇത് നമ്മൾ നല്ല ചൂട് വെള്ളത്തിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ചെറിയ കണ്ണിയുള്ള അരിപ്പയെ കൂടി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതെന്തായാലും നമ്മൾ ഈ കൊക്കോ പൗഡർ അരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മണ്ടരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് അരിച്ചെടുക്കുക തന്നെ വേണം. കാരണം ഇതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഇതേപോലെ വലിയ കണ്ണിയുള്ള അരിപ്പയിൽ അരിച്ച് അതിനുശേഷം ആ കേക്ക് ആകെ മണ്ണൊക്കെ കടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആകെ കുളമായി കിട്ടി. അപ്പോൾ ഞാനിതുപോലെ 2 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. അത്യാവശ്യം നന്നായിട്ടൊന്ന് എല്ലാ കട്ടയും ഉടഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഈ കേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാം. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വെറുതെ ബേക്കറിയിൽ നിന്ന് വാങ്ങി പൈസ കളയണ്ടല്ലോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് പാലെടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബട്ടറാണ്. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് വേറെ ബൗളിൽ ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മീഡിയം സൈസിലുള്ള ഒരു 4 മുട്ടയാട്ടം ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ വിസ്ക് ഉപയോഗിച്ചാൽ ഒരുപാട് സമയം നമുക്ക് പോവും. ബീറ്ററാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 കപ്പോളം പൊടിച്ച പഞ്ചസാര ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേറെ പാത്രത്തിൽ ആ പഞ്ചസാര എടുത്ത് വെക്കണം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. നമുക്ക് നല്ല വൈറ്റ് കളറാവുന്നവരെ നമുക്കിത് ബീറ്റ് ചെയ്യണം. ഏകദേശം ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും 1/2 ടീസ്പൂണോളം പിന്നെ പൈനാപ്പിൾ എസൻസും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാർബിൾ കേക്ക് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുമ്പോഴും പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നില്ലേ. അപ്പോൾ ഇത് എൻ്റെ ഈ സ്പൂണ് 1/2 ടീസ്പൂണാണ്. അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടിത് ബീറ്റ് ചെയ്യാം ഒന്നും കൂടി. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച 2 കപ്പ് പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ ബീറ്റ് ചെയ്യുമ്പോൾ ആകെ കട്ട കുത്തും. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് കൊണ്ടൊന്ന് കറക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുറേശ്ശെ നമുക്ക് ആ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ ഒരു 1.5 കപ്പോളം മതിയാവും. പക്ഷേ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിക്സായി കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് അല്ലേ ഒരു വൈറ്റ് ക്രീം കളർ പോലെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കേക്കിൽ മുട്ടേൻ്റെ സ്മെല്ലോ അതിൻ്റെ ടേസ്റ്റൊന്നും വരില്ല. ഞാൻ ഈ കേക്ക് ഓവനിലൊന്നും അല്ല ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഒരു വലിയ ചെരുവം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ റൗണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട മിക്സിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച
മൈദപ്പൊടിയില്ലേ, മൈദയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചത് അത് നമുക്ക് കുറേശ്ശെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആ മിക്സറിൻ്റെ ബ്ലേഡ് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ വിസ്ക് എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പാച്ചുല എന്തുകൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒരേ സൈഡിലേക്ക് തന്നെ റൗണ്ടിൽ ഇങ്ങനെ ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും. ഒരുപാട് കുത്തി ഇളക്കാതെ ഇളക്കിയാൽ മതി. നമുക്ക് കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ച് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കരുത്. പിന്നെ നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ചില്ലേ, പാലും ബട്ടറും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്ത ബട്ടർ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പിരിഞ്ഞ പോലെയൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, അങ്ങനെ ആയാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പിന്നെ അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പാലും ബട്ടറും ഇതുപോലെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് പാലും അരക്കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്നില്ല. ദാ മിക്സിയിൽ അടിച്ചപ്പോൾ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്താലും മതി. അപ്പം നമുക്ക് കുറച്ച് ഈ പൊടി ഇട്ട് കൊടുക്കുമ്പം അതിലേക്ക് കുറച്ച് പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടും. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ സ്പീഡിലിട്ടിട്ട് നമുക്ക് ബീറ്റർ കൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താലും മതി. നമുക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കൊക്കോ പൗഡറില്ലേ, കൊക്കോ പൗഡറിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിൽ കൂടുതലും വാനില ഫ്ലേവർ ആട്ടോ വരുന്നത്. ചോക്ലേറ്റിന് കൊക്കോ പൗഡറിൻ്റെ ഫ്ലേവർ കുറച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ. അതാണ് ഇതിനൊരു ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല റെസിപ്പികളായിട്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ വരും. അതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പികൾ എൻ്റെ വീഡിയോയിൽ കിടപ്പുണ്ട്, നിങ്ങളത് പോയി കാണണം. അപ്പോൾ ഏകദേശം നമ്മുടെ കൊക്കോ പൗഡർ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 8 ഇഞ്ച് മോൾഡ് എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ എല്ലാ സൈഡിലും ബട്ടർ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ മോൾഡിൽ കുറച്ച് എണ്ണ തൂവിയിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതാണ്. ഇനി നമുക്കിതിലോട്ട് മിക്സ് അത് നമുക്ക് ഈ വൈറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കൊക്കോ പൗഡറിൻ്റെ മിക്സും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും എയർ ബബിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടി കൊടുക്കാം. അതിനുശേഷം വീഡിയോ കാണുന്ന പോലെ നമുക്ക് ആ കൊക്കോ പൗഡറിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വൈറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഓവൻ സെറ്റപ്പ് നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള മിക്സും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ മിക്സും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ അടിയിൽ ഇതിൻ്റെ കൊക്കോ പൗഡർ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, അതും കൂടി നന്നായിട്ട് ഇളകുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് നേരെ ഓവൻ സെറ്റപ്പിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഓവൻ സെറ്റ് നല്ല ചൂടായി കിടക്കണം കേട്ടോ. അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് അടച്ച് വെച്ചിട്ട് മുകളിൽ നമുക്കൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനൊരു 40 മിനിറ്റ് ആയപ്പം ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി. നമുക്കൊരു കമ്പി കൊണ്ടോ എന്തെങ്കിലും നമ്മളൊന്നൊരു നടുക്ക് നമ്മളൊന്ന് കുത്തി നോക്കണം കേട്ടോ. അത് കണ്ടില്ലേ, ആ കമ്പിയിൽ മൊത്തം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്തിട്ടില്ല. ഞാനതൊരു 10 മിനിറ്റോളം പിന്നെയും വെച്ചു. അപ്പോൾ അത് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പൊങ്ങി നല്ല സ്പോഞ്ച് പോലെ കിട്ടിയിട്ടുണ്ട്. എനിക്കിത് വേവാനായിട്ടൊരു 3/4 മണിക്കൂറോളം വന്നു കേട്ടോ. 3/4 മണിക്കൂറോളം ഇത് വേവാൻ സമയമെടുത്തു. അപ്പോൾ ഞാൻ ചൂടോടെ തന്നെ ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിത് ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്തില്ല. ഞാൻ ചൂടോടെ തന്നെ കട്ട് ചെയ്ത് വെച്ചു. കണ്ടില്ലേ, കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അതിൻ്റെ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ.
ഞാൻ അത്യാവശ്യം നല്ല കട്ടിയിലാണിത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ തന്നെ എനിക്കൊരു 20 പീസോളം ഈ ഒരു കേക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി കേക്കാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റമായിട്ട് നാളെ കാണാം. അതുവരെ ഓക്കെ, ബൈ ബൈ.